സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3 മണി വരെ പത്രിക സമർപ്പിക്കാം. ഇതുവരെ 95,369 പത്രികകളാണ് ലഭിച്ചത്. നാളെ ഈ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. അതേസമയം ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് തൃശൂരിലാണ്. പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയായി വിമതരും രംഗത്തുണ്ട്. 2 ഘട്ടങ്ങളിലായാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും 2ാം ഘട്ട വോട്ടെടുപ്പ് 11-നും നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ നടക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 2ാം ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. വൈകിട്ട് 3 മണി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. നാളെ ഈ സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. അതിനുശേഷം പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് തൃശൂരിലാണ്. പലയിടത്തും വിമതരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും എല്ലാം രംഗത്തുണ്ട്. 2 ഘട്ടങ്ങളിലായാണ് ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും 2ാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ നടക്കുക.